ഭഗവതേ വാസുദേവായ ശ്രീഗുരുവായൂരപ്പാ ശരണം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണീ നമോസ്തുതേ. ശ്രീ മഹാദേവി നമ. ഇത് ഇനി 18ാമത്തെ അധ്യായത്തിൽ മഹിഷാസുരവധാണ് നമ്മൾ വർണ്ണിക്കാൻ പോകുന്നത്. ഒരു മന്ദോദരിയുടെ കഥയാണല്ലോ ഇന്നലെ പറഞ്ഞത്. ആ കുട്ടിയുടെ അനുജത്തിയായ ഇന്ദുമതിക്കും വിവാഹപ്രായമായതുകൊണ്ട് രാജാവ് ആ പെൺകുട്ടിയുടെ സ്വയംവരം നിശ്ചയിച്ചു. വലിയ കുട്ടി വിവാഹം കഴിക്കുന്നില്ല, ഇന്നത്തെ പെൺകുട്ടികളെ പോലെ തന്നെ ആയിട്ടില്ല എന്ന് പറയുന്നു. ഇന്ദുമതിയുടെ കല്യാണം കഴിക്കാന്ന് വിചാരിച്ചു. സ്വയംവരം നിശ്ചയിച്ചു തറിഞ്ഞ് നാടിന്റെ നാനാഭാഗത്തു നിന്ന് രാജകുമാരന്മാർ എത്തിച്ചേർന്നു. രൂപവതിയായ ആ സുന്ദരി വന്ന രാജകുമാരന്മാരിൽ ഒരു യുവരാജാവിനെ സ്വയംവരം ചെയ്തു. വിവാഹത്തിനെത്തിച്ചേർന്ന രാജകുമാരന്മാരിൽ സുന്ദരനായ ചാരുദേഷ്ണനെ കണ്ട് മണ്ടോദരിക്ക് മോഹമുണ്ടായി. പുറമേ കാണാൻ സുന്ദരനാണെങ്കിലും ആ രാജകുമാരൻ സ്വഭാവ ഗുണത്തിൽ വളരെ താണ നിലവാരത്തിലുള്ളവനായിരുന്നു. അതേപ്പറ്റിയൊന്നും ആരോടും ചോദിച്ചു മനസ്സിലാക്കാതെ മദ്രാധീശനായ രാജകുമാരൻ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് മന്ദോദരി അച്ഛനായ ചന്ദ്രസേനെ അറിയിച്ചു. ഇതാണ് തലയിലെഴുത്ത് എന്ന് പറയുന്നത്. അവളുടെ തീരുമാനത്തിൽ സന്തുഷ്ടനായ ചന്ദ്രസേനൻ അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ചാരുദേഷ്ണന്റെ മാതാപിതാക്കളെ ക്ഷണിച്ചു വരുത്തി വിധിയാമണ്ണം മന്ദോദരിയെ വിവാഹം ചെയ്തു കൊടുത്തു. ധാരാളം സമ്മാനങ്ങളും കൊടുത്തു മന്ദോദരിയെ ഭർതൃഗൃഹത്തിലേക്ക് അയച്ചു. കുറെ കാലം അവർ രണ്ടാളും സന്തോഷപൂർവ്വം മധുവിധു ആഘോഷിച്ചു കഴിച്ചുകൂട്ടി. ഒരു ദിവസം തന്റെ പ്രിയതമൻ പരിചാരികയുമായി രമിക്കുന്നത് അതാ സഖി പറഞ്ഞു മന്ദോദരി അറിഞ്ഞു. പിന്നീട് അവൾ തന്നെ ആ വേഴ്ചക്ക് ദൃക്സാക്ഷ്യവുമായി. ഇത് കണ്ട് ദുഃഖിതയായ മന്ദോദരി തന്റെ ദുസ്ഥിതി ഓർത്ത് വിലപിച്ചു. അവന്റെ സൗന്ദര്യം കണ്ട് ഞാൻ വല്ലാതെ മോഹിച്ചു പോയല്ലോ ഈശ്വര. അവനാൽ വഞ്ചിതയായ ഞാൻ എങ്ങനെയാണ് അവനെ സ്നേഹിക്കുക? മനസ്സുകൊണ്ട് വെറുത്തോ അവനെ സ്നേഹിക്കാൻ പറ്റൂലല്ലോ. എന്റെ ജീവിതം വ്യർത്ഥമായി. ഭർത്താവിനോട് ചേരുന്നതിലുള്ള സുഖം ഞാൻ അനുഭവിച്ചു. ഇനി ഞാൻ പ്രപഞ്ചത്തിലെ എല്ലാ സുഖങ്ങളും ത്യജിക്കുകയാണ്. ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ആ പാപം കൂടി ഞാൻ അനുഭവിക്കണ്ടേ? അതുകൊണ്ട് അത് ചെയ്യുന്നില്ല. അച്ഛന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനും എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ലല്ലോ ദൈവമേ. അങ്ങോട്ട് ചെന്നാൽ എന്റെ സഖികൾ എന്നെ പരിഹസിക്കൂലേ? എങ്ങനെയെങ്കിലും വിരക്തിയോടുകൂടി ഇവിടെ തന്നെ കഴിഞ്ഞുകൂടാന്ന് ആ കുട്ടി വിചാരിച്ചു. മന്ദോദരി ദുഃഖം സഹിച്ചു വിരക്തയായ ഭർതൃഗൃഹത്തെ തന്നെ കഴിച്ചുകൂട്ടി. ദേവി, നീ എന്നെ ധിക്കരിക്കുകയാണെങ്കിൽ മന്ദോദരിയുടെ അനുഭവം തന്നെ ആയിരിക്കും നിനക്കും സംഭവിക്കാൻ പോകുന്നത്. അവസാനം വല്ല നീചന്മാരുടെ കയ്യിൽ അകപ്പെടുകയും ചെയ്യും. ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. എന്റെ വാക്ക് നീ തള്ളിയാൽ പിന്നീട് നീ പശ്ചാത്തപിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ആര്? ഈ മഹിഷാസുരന്റെ കാര്യം. അങ്ങനൊരു കഥ കേട്ടു ദേവി. ദേവി പറഞ്ഞു, മൂഢ, നീ നിന്റെ സൈന്യങ്ങളെയും കൂട്ടി പാതാളത്തിലേക്ക് പോകുക. അല്ലെങ്കിൽ നിങ്ങളെ മുഴുവൻ നാമാവശേഷമാക്കിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോവുകയുള്ളൂ. പറഞ്ഞില്ല എന്ന് വേണ്ട. സജ്ജനങ്ങൾക്ക് ദ്രോഹം വരുമ്പോൾ ഞാൻ അവരെ രക്ഷിക്കാൻ വേണ്ടി ഉടൽ പൂണ്ട് അവതരിക്കും. നീ രണ്ടിലൊന്ന് തീരുമാനിച്ച് ഇഷ്ടം പോലെ ചെയ്യുക. ഒന്നുകിൽ നിന്റെ മരണം, അല്ലെങ്കിൽ പാതാളത്തിൽ പോയിട്ട് സുഖമായി ജീവിക്കുക. ഏതാ വേണ്ടെന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിനക്ക് ഞാൻ തന്നിരിക്കുന്നു. ഇപ്രകാരം ദേവി പറഞ്ഞപ്പോൾ മഹിഷാസുരൻ വില്ലും അമ്പും എടുത്ത് യുദ്ധത്തിനായി പോർക്കളത്തിൽ ഇറങ്ങി. ദേവിയും ദാനവനും കൂടി ഘോരമായ യുദ്ധം ആരംഭിച്ചു. വാനവരും ജയേച്ഛയാൽ വല്ലാതെ ഭയപ്പെട്ട് യുദ്ധം കണ്ടു നിന്നു. പെട്ടെന്ന് ദുർധരൻ എന്ന മന്ത്രി വിഷബാണങ്ങളെ കൊണ്ട് ദേവിയെ എതിരിടാൻ തുടങ്ങി. ഓഹോ കൂരമ്പുകളെ കൊണ്ട് ദേവിയും ആ ദൈത്യനും കോടെ താടിച്ചു. ദേവിയുടെ താടനമേറ്റ് ദുർധരൻ മരിച്ചു വീണു. അത് കണ്ട് ശസ്ത്രവിദ്യയിൽ കേമനായ ത്രിനേത്രൻ ദേവിയുടെ നേർക്ക് ബാണങ്ങൾ അയച്ചു. ആ ശരങ്ങളൊക്കെ തന്നെ ദേവിയും ഖണ്ഡിച്ചു. ദേവി തന്റെ ശൂലം കൊണ്ട് അവനെ ആടിച്ചു കൊന്നു. പിന്നല്ല, അവൻ മരിച്ചു വീണപ്പോൾ അന്ധകൻ എന്ന അസുരൻ പോരിനിറങ്ങി. അന്ധകനല്ല കേട്ടോ, അന്ധകൻ. അവൻ ദേവിയുടെ വാഹനമായ സിംഹത്തിന്റെ തലക്ക് ഗത കൊണ്ട് കൊടുത്തു ഒരടി. അടിയേറ്റ് ക്രുദ്ധനായ സിംഹം എന്തായിപ്പോയി? ഒന്നും ആയിട്ടില്ല. അവന്റെ നഖം കൊണ്ട് കീറി മുറിച്ച് അവന്റെ മാംസം ഭക്ഷണമാക്കി. വടി കൊടുത്തിട്ട് അടി വാങ്ങിച്ചു. പ്രധാന അസുരന്മാരെ എല്ലാം ദേവി കാലപുരിക്കയച്ചത് കണ്ട് മനുഷ്യൻ ദേവിയുടെ നേർക്ക് ശരങ്ങൾ തുരുതുരായക്കാൻ തുടങ്ങി. തന്റെ അമ്പുകളെ കൊണ്ട് ദേവി മനുഷ്യന്റെ ശരങ്ങളെ രണ്ടായി പിളർത്തി. ദേവി തന്റെ ഗത കൊണ്ട് മനുഷ്യൻ ഉക്കോടെ താടിച്ചു. ആ അടിയേറ്റ് മനുഷ്യൻ മോഹാലസ്യപ്പെട്ട് നിലത്ത് വീണു.
എങ്കിലും പെട്ടെന്ന് അവൻ പടഞ്ഞെഴുന്നേറ്റ് ദേവിയുടെ വാഹനമായ സിംഹത്തിന്റെ തലയിൽ ഗത കൊണ്ട് താടിച്ചു. രോഷം കൊണ്ട് സിംഹം എന്ത് ചെയ്തു എന്നോ? നഖം കൊണ്ട് മഹിഷന്റെ ദേഹം മാന്തി പൊളിച്ചു. ഉടനെ മഹിഷൻ മർത്യരൂപം ഉപേക്ഷിച്ച് സിംഹാകാരം കൈക്കൊണ്ട് ദേവിയുടെ വാഹനത്തെ രോഷാകുലനായി ഉപദ്രവിക്കാൻ തുടങ്ങി. 2 സിംഹങ്ങൾ തമ്മിൽ പൊരും പോലെ. ദേവി സിംഹരൂപം ധരിച്ച് ദൈത്യന്റെ നേർക്ക് ബാണങ്ങൾ അയച്ചു. ഉടനെ അവൻ ആനയുടെ രൂപമെടുത്ത് വലിയ പാറക്കഷ്ണങ്ങൾ എടുത്ത് ദേവിയുടെ നേർക്ക് എറിയുവാൻ തുടങ്ങി. അത് കണ്ട് ദേവി ഉച്ചത്തിൽ ഗർജിച്ച് ആ പാറക്കഷ്ണങ്ങളെ അമ്പുകളെ കൊണ്ട് പൊടിയാക്കിയിട്ടു. പെട്ടെന്ന് തന്നെ മനുഷ്യൻ 8 രൂപമെടുത്ത് സിംഹത്തിനെ കൊല്ലാൻ പാഞ്ഞു ചെന്നു. ആ 8 കണ്ട് ദേവി രോഷാകുലയായി അതിനെ വാളെടുത്ത് വെട്ടി. ആ മൃഗവും ദേവിയെ തടിച്ചു. യുദ്ധം നടക്കുന്നതിനിടയിൽ എന്തായിന്നോ, അവൻ മാനിന്റെ രൂപം മാറ്റി മനുഷ്യരൂപം തന്നെ, അവന്റെ പോത്തിന്റെ രൂപം തന്നെ എടുത്തു. ദേവിയെ തന്റെ കൊമ്പ് കൊണ്ട് താടിച്ചു. കൂറ്റൻ വാലും വീശിക്കൊണ്ട് മനുഷ്യൻ കൂറ്റൻ പാറക്കഷ്ണങ്ങളെ എടുത്ത് ചുറ്റി ദേവിയുടെ നേർക്കെറിയാൻ തുടങ്ങി. അപ്പൊ മതോന്മത്തനാ മനുഷ്യൻ ദേവിയെ ഉച്ചത്തിൽ പറഞ്ഞു, യൗവനയുക്തയും സുന്ദരിയുമായ നിന്നെ ഞാൻ രണഭൂമിയിൽ വെച്ച് കൊല്ലുന്നുണ്ട്. നീ ബലമുള്ളവളാണെന്ന് പറഞ്ഞ് അഹങ്കരിക്കണ്ട. എനിക്കിപ്പോ അങ്ങനത്തെ ഒരു ഭാവം ഉണ്ടല്ലോ, ഞാൻ വലിയ ശക്തിമതിയാണെന്നല്ല. ശക്തിമതിയൊന്നല്ല നീ. ഏതായാലും നീ ഒരു പെണ്ണല്ലേ, നിന്നെ ഞാനിപ്പം കൊല്ലും. സ്ത്രീകളെ മുൻനിർത്തി യുദ്ധം ചെയ്യുന്ന ചതിയന്മാരായ ദേവന്മാരെ ഞാൻ കാലപരിക്കയക്കുന്നുണ്ട്. അവരെന്നെ പഠിച്ചിട്ടില്ല എന്നോട് യുദ്ധത്തിന് വരാതെ നിന്നെ അയച്ചത്. നിന്നെയും കൊല്ലും അവരെയും കൊല്ലും. ദേവി പറഞ്ഞു, ദുഷ്ടാ, നീയും അഹങ്കരിക്കണ്ടാട്ടോ. നീ യുദ്ധക്കളത്തിൽ തന്നെ നിൽക്കുക. മധുപാനം ചെയ്തിട്ട് ഞാൻ നിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. നിന്നെ യമപുരിയിലേക്ക് അയച്ചിട്ട് വേണം എനിക്ക് മുനിമാരുടെയും ദേവന്മാരുടെയും സങ്കടം തീർക്കാൻ. ഞാൻ കുറച്ച് കുടിച്ചിട്ട് വരാന്നാണ് ദേവി പറഞ്ഞത്. ദേവി ഇത്രയും പറഞ്ഞ് മധുചഷകം കയ്യിലെടുത്ത് അതിലുള്ള മധുരാസവം മുഴുവൻ മോന്തി കുടിച്ചു. അനന്തരം ക്രോധാകുലയായി ശൂലം കയ്യിലെടുത്ത് മഹിഷന്റെ നേർക്ക് പാഞ്ഞു ചെന്നു. അത്രയും സമയം ഇവൻ നിന്നു കൊടുത്തത് വലിയ ഭാഗ്യം തന്നെ. അത് കണ്ട ദേവന്മാരും ഗന്ധർവന്മാരും സന്തോഷം കൊണ്ട് മതിമറന്ന് നിന്നു. ദേവന്മാർ ആകാശത്ത് നിന്ന് ദേവി ജയിക്ക, ദേവി ജയിക്ക, ദേവി ജയിക്ക എന്ന് പറഞ്ഞ് പേരും പറയടിച്ചു. കൂടെ പുഷ്പവൃഷ്ടിയും ഉണ്ടായി. മഹിഷൻ പല രൂപത്തിലും ദേവിയോട് എതിരിടാൻ തുടങ്ങി. ദേവി രോഷം കൊണ്ട് ചുവന്ന നേത്രങ്ങളുമായി ത്രിശൂലമെടുത്ത മഹിഷന്റെ വക്ഷത്തിൽ കൂടെ കൊടുത്തു ഒരു താടനം. അടിയേറ്റവൻ ബോധം കെട്ട് നിലത്ത് വീണു. എങ്കിലും പെട്ടെന്ന് തന്നെ പിടഞ്ഞെഴുന്നേറ്റ് കാലുകൊണ്ട് ജഗദമ്പയെ തൊഴിക്കാൻ തുടങ്ങി. അവന്റെ ഗർജനം കേട്ട് ദേവന്മാർ ഞെട്ടിത്തരിച്ചു. അമ്മേന കാലുകൊണ്ട് ചവിട്ടൽ. ജഗദമ്പ 1000 മുനയുള്ള സുദർശന ചക്രമെടുത്ത് ഉച്ചത്തിൽ ഗർജിച്ചു. ഹേ മതാന്ധ, ഈ ചക്രം കൊണ്ട് ഞാൻ നിന്റെ കളം ഛേദിച്ച് നിന്നെ കാലപരിക്കയക്കുന്നുണ്ട്. ദേവി സുദർശന ചക്രത്തെ മഹിഷന്റെ നേർക്കയച്ചു. ചക്രം പറന്ന് ചെന്ന് മഹിഷന്റെ തല അവന്റെ കണ്ഠത്തിൽ നിന്ന് തെറിപ്പിച്ച് യുദ്ധക്കളത്തിൽ വീഴ്ത്തി. അവന്റെ കഴുത്തിൽ നിന്ന് ചോര വാർന്ന് പുഴ പോലെ ഉണ്ടാവില്ല, അത്രയും ഗംഭീരനല്ലേ ആള്. പുഴ പോലെ ഒഴുകാൻ തുടങ്ങി. ദൈത്യന്റെ ദേഹവും വട്ടം കറങ്ങി ഭൂമിയിൽ പതിച്ചു. ഈ കബന്ധം ഒരു കറക്കം കറങ്ങി, എന്നിട്ടാണ് വീണത്. ആകാശത്തിൽ നിന്ന് ജയ ജയ ശബ്ദവും പുഷ്പവൃഷ്ടിയും ഉണ്ടായി. പേടിച്ചോടിയ ദൈത്യന്മാരെ സിംഹം പിന്നാലെ ഓടിച്ചെന്ന് ജീവനോടെ കഷണമാക്കി. ബാക്കിയുണ്ടായിരുന്ന ദൈത്യന്മാർ പാതാളത്തിൽ ഓടി പോവുകയും ചെയ്തു. സിംഹത്തിന് നല്ല ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദൈത്യവധം കണ്ട ദേവന്മാരും ഋഷീശ്വരന്മാരും പരമാനന്ദം അനുഭവിച്ചു. ദേവി പോർക്കളം വിട്ട് മാറി നിന്നു. ദേവന്മാർ ദേവിയുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്ന് വാഴ്ത്തി സ്തുതിച്ചു ദേവിയെ. ഇങ്ങനെ 18ാമത്തെ അധ്യായത്തിൽ മഹിഷാസുരവധം എന്ന ഭാഗം നമ്മൾ ദേവിയുടെ പാദങ്ങളിലും ആ പൊന്നുണ്ണിക്കണ്ണന്റെ പാദങ്ങളിലും സമർപ്പിച്ചു. ഇപ്പൊ 19ാമത്തെ അധ്യായത്തിൽ ദേവന്മാരുടെ സ്തുതിയാണ് പറഞ്ഞിരിക്കുന്നത്. അതിമനോഹരമായിട്ട് അവര് ദേവിയെ സ്തുതിക്കുകയാണല്ലോ. മഹിഷാസുരൻ വധിക്കപ്പെട്ടത് കണ്ട സന്തോഷത്തിൽ ദേവന്മാരും ഇന്ദ്രാദികളും ദേവിയെ പ്രശംസിച്ച് സ്തുതിക്കാൻ തുടങ്ങി. ജഗദമ്പേ, അവിടുത്തെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ബ്രഹ്മാവിഷ്ണു രുദ്രന്മാർ സൃഷ്ടി സ്ഥിതി സംഹാരത്തിന് പ്രാപ്തരാകുന്നത്. ആ ശക്തി ഇല്ലെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനധികം ഒന്ന് ചലിക്കാൻ പോലും സാധ്യമല്ല. ധീ, കീർത്തി, ഭൂമി, ശ്രദ്ധ, കമല, ഭവാനി, വിജയ, ഉമ, വാണി, ബുദ്ധി, വിദ്യ, ക്ഷമ തുടങ്ങിയ സർവരും അവിടുന്ന് തന്നെയാണ്. അപ്രകാരമുള്ള അവിടുന്ന് അവിടുത്തെ ശക്തി
ചേരാതെ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല അമ്മേന്ന് പറഞ്ഞു. അവിടുത്തെ ശക്തിയില്ലെങ്കിൽ അനന്തൻ എങ്ങനെയാണ് ഈ ധരയെ വഹിക്കുന്നത്? ത്രിമൂർത്തികളെ എല്ലാവരും നിതാന്തം സേവിക്കുന്നുണ്ടല്ലോ. എന്നാൽ ആ പരാശക്തി കൈവിട്ടാൽ ആ ദേവന്മാരും നിഷ്ക്രിയരല്ലേ? ഹോമം ചെയ്യുമ്പോൾ ബ്രാഹ്മണർ സ്വാഹ എന്ന് ജപിച്ച് ദേവന്മാർക്ക് ആഹൂതി ചെയ്യുമ്പോഴാണല്ലോ അഗ്നി തുടങ്ങിയ ദേവന്മാർ അവയെ സ്വീകരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ നേരിട്ട് ഭജിക്കുകയല്ലേ കൂടുതൽ നല്ലത് അമ്മേന്ന് ചോദിക്കുകയാണ് ദേവന്മാര്. ഒരു ഉപകാരവുമില്ലാതെ മുച്ചെടിയെ പോലും ആളുകൾ വെട്ടാതെ വളരാൻ അനുവദിക്കുന്നു. അപ്രകാരമല്ലേ അവിടുന്ന് അസുരന്മാരെ കാത്തുരക്ഷിക്കുന്നത്? പ്രബലരായ ദൈത്യരെ വധിക്കണമെങ്കിൽ അവിടുത്തെ ഒരു നിമിഷാർദ്ധമേ വേണ്ടു. എന്നിട്ടും ദേഹം സ്വീകരിച്ചു വന്ന് അവരെ യുദ്ധത്തിൽ തോൽപ്പിച്ചത് അവിടുത്തെ ലീലയായല്ലേ കരുതേണ്ടത് അമ്മേ. നാശം വിതക്കുന്ന കലിയുഗത്തിൽ ജനങ്ങൾ പലതരം പുരാണ കഥകൾ കേട്ട് വഴിവിട്ട് സഞ്ചരിക്കുന്നു. അവരൊക്കെ അവിടുത്തെ പൂജിക്കാതെ അവിടുത്തെ ആശ്രയിച്ച് കഴിയുന്ന ത്രിമൂർത്തികളെ അടിപണിയുന്നു. ദൈത്യന്മാരാൽ പീഡിതരായി അവിടുത്തെ ആശ്രയിക്കുന്നവരാണ് ദേവന്മാർ. അപ്രകാരമുള്ള ആ ദേവന്മാരെ ആശ്രയിക്കുന്നത് പ്രകാശമുള്ള വിളക്ക് കയ്യിൽ ഉണ്ടായിട്ടും അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ ഭയങ്കരമായ പൊട്ടക്കിണറ്റിൽ വീഴുന്നതിന് തുല്യമാണ്. സുഖത്തെ പ്രദാനം ചെയ്യുന്നതും സർവകലകൾക്കും ആധാരമായതും ജനി മരണ ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്നതും മോക്ഷപ്രദായകവുമാണ് അവിടുന്ന് എന്ന് നല്ലപോലെ ബോധമുണ്ട്. അതില്ലാഞ്ഞിട്ടല്ല. എന്നിട്ടും അജ്ഞന്മാർ അവിടുത്തെ ഭജിക്കുന്നതിൽ വിമുഖത കാട്ടി സുഖഭോഗങ്ങളിൽ മുഴുകി കഴിയുന്നു അല്ലോ അമ്മേന്ന് പറഞ്ഞു. ചണ്ഡികേ, അവിടുത്തെ പാദധൂളി കൊണ്ട് ബ്രഹ്മാവ് വിശ്വം ചമക്കുന്നു. അതുകൊണ്ടാണ് വിശ്വം ചമക്കുന്നത്, ദേവിയുടെ പാദധൂളി കൊണ്ട്. ഹരി ആ വിശ്വത്തെ പരിപാലിക്കുന്നു. ശങ്കരൻ സംഹരിക്കുകയും ചെയ്യുന്നു. എന്നിട്ടും അവിടുത്തെ ഭജിക്കാത്തവർ നിർഭാഗ്യവാന്മാർ തന്നെ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. കോപിഷ്ഠനായ ഭൃഗുമഹർഷിയുടെ ശാപം കൊണ്ടല്ലേ മഹാവിഷ്ണുവിന് മത്സ്യം, കൂർമ്മം, വരാഹം തുടങ്ങിയ അവതാരങ്ങൾ എടുക്കേണ്ടി വന്നത്. അപ്രകാരം ജന്യമരണങ്ങൾ ഉള്ളവരെയാണോ ഈ മനുഷ്യർ മൃത്യുഭീതി ഇല്ലാതാവാൻ? ഒരാളെ ഭജിക്കുമ്പോൾ മറ്റയാളെ ഈ മോശം പറയുന്നത് അത്ര നല്ലതാണോ? അതുപോലെ ഭൃഗുവിന്റെ ശാപം കൊണ്ട് ശിവന്റെ ലിംഗവും സമുദ്രത്തിൽ പതിച്ചത് പ്രസിദ്ധമല്ലേ? അപ്രകാരമുള്ള ശങ്കരനെ ഭജിക്കുന്നവർക്ക് സുഖം എപ്രകാരം ലഭിക്കും? ആ ദേവന്റെ പുത്രനായ ഗണേശനെ ഭജിക്കുന്നവർക്കും സുഖം ലഭിക്കാൻ ഒരു സാധ്യതയുമില്ല. ആഗ്രഹിക്കുന്നതൊക്കെ തന്നെ അനുഗ്രഹിക്കാൻ ദേവി മാത്രമേ ഉള്ളൂ എന്ന് അവർ ഓർക്കുന്നില്ല. അവിടുത്തെ ശാസ്ത്രങ്ങൾ കൊണ്ട് യുദ്ധത്തിൽ മരിച്ച ദൈത്യന്മാർക്ക് സ്വർഗം ലഭിക്കാൻ ഭാഗ്യമുണ്ടായത് അവിടുത്തെ തൃക്കൈകൾ കൊണ്ട് മരിക്കാൻ സാധിച്ചത് കൊണ്ടല്ലേ? അല്ലെങ്കിൽ അവരുടെ കർമ്മഫലം കൊണ്ട് നരകപ്രാപ്തിയല്ലേ അനുഭവിക്കേണ്ടി വരിക ആയിരുന്നു. ബ്രഹ്മാദികളും വാനവരും അവരുടെ ഔദ്ധത്യം കൊണ്ടും അവിടുത്തെ പ്രഭാവം മനസ്സിലാക്കുന്നേയില്ല. പിന്നെ എപ്രകാരം ത്രിഗുണങ്ങൾ കൊണ്ട് മോഹിതരായ സാധാരണക്കാർക്ക് മനസ്സിലാവുകയില്ല. ദുർലഭമായ അവിടുത്തെ ശ്രേഷ്ഠപദത്തെ ധ്യാനിക്കാതെ ഋഷിമാർ സൂര്യൻ, അഗ്നി തുടങ്ങിയ ദേവന്മാരെ ഉപാസിക്കുന്നു. ഋഷീശ്വരന്മാർ വേദത്തിന്റെ സാരം മനസ്സിലാക്കാതെ മൂഢന്മാരായ വേദമന്ത്രങ്ങൾ കൊണ്ട് അവരെ ഉപാസിക്കുന്നു. മുനീശ്വരന്മാരാണെങ്കിലോ മറ്റീശ്വരന്മാരെ ഭജിപ്പിച്ച് ഭക്തരെ ദേവിയുടെ പാദഭജനത്തിൽ വിമുഖരാക്കി തീർക്കുന്നു. അപ്രകാരം ദേവിയെ ഭജിക്കാത്തവരിലും ദേവി തന്റെ കാരുണ്യം വർഷിക്കുന്നുണ്ടല്ലോ. സത്യയുഗത്തിൽ ശുദ്ധസത്വത്തിന് അധിക ബലമുള്ളതിനാൽ അസത്തായ ശാസ്ത്രങ്ങൾക്ക് ഒട്ടും പ്രസക്തിയില്ല. കലികാലത്ത് സത്വഗുണത്തിന്റെ കുറവ് കൊണ്ടും മറ്റു ഗുണങ്ങളുടെ ആധിക്യം കൊണ്ടും കവിത്വമുണ്ടെന്ന് അഭിമാനിക്കുന്നവർ അവിടുത്തെ ഉപാസിക്കുന്നില്ല. മാത്രമല്ല അവർ അവിടുത്തെ സൃഷ്ടികളായ ബ്രഹ്മാവിഷ്ണു രുദ്രന്മാരെ ഭജിക്കുകയും ചെയ്യുന്നു. അതിലൊക്കെ എന്താ ഇപ്പൊ തെറ്റ്? സത്വഗുണമുള്ള മുനേന്ദ്രന്മാർ അവിടുത്തെ ധ്യാനിച്ച് മുക്തിപ്രദമായ പരാവിദ്യയെ കരസ്ഥമാക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ഗർഭവാസ ദുഃഖം അനുഭവിക്കേണ്ടി വരില്ല. ധന്യരായവർ നിന്നിൽ തന്നെ വിലയിക്കുകയും ചെയ്യുന്നല്ലോ അല്ലമ്മേ എന്നാണ് പറയുന്നത്. ജഗദമ്പേ, അവിടുത്തെ ചൈതന്യം പരമാത്മാവിലും സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ടാണ് അവ്യക്തനായ പരമാത്മാവ് നാമരൂപാത്മകമായി തീരുന്നത്. ഈ വിശ്വത്തെയും ത്രിമൂർത്തികളെയും അഷ്ടദിക്പാലരെയും സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്നതും അവിടുന്ന് തന്നെയാണ്. അപ്രകാരം സമസ്ത ലോകത്തിനും കാരണഭൂതയായ അവിടുത്തെ ശരിയായി മനസ്സിലാക്കാത്തവർ ഭാഗ്യഹീനർ തന്നെ.
നിർഭാഗ്യവാന്മാരാണ് അവർ. മഹാദുഷ്ടനായ മഹിഷാസുരനെ യുദ്ധത്തിൽ വധിച്ച് ദേവന്മാരെ നീ സദയം കാത്ത് രക്ഷിച്ചില്ലേ അമ്മേ? വേദങ്ങൾക്ക് പോലും അവിടുത്തെ പ്രഭാവം അറിയാൻ സാമർഥ്യമില്ലാത്ത സ്ഥിതിക്ക് അജ്ഞരായ ഞങ്ങൾ എങ്ങനെയാണ് അവിടുത്തെ സ്തുതിക്കുന്നത്? ഗർവിഷ്ഠനായ ആ അസുരനെ വധിച്ച് ഞങ്ങൾക്ക് സ്വർഗാധിപത്യം തിരിച്ചു തന്ന് ഞങ്ങളെ രക്ഷിച്ച അവിടുന്ന് ജഗത്തിൽ പ്രശംസ നേടി. അമ്മേ ദയാർദ്രേ ജഗദംബികെ, ഞങ്ങളെ ഇന്നും കാത്തുകൊള്ളണമേന്ന് ദേവന്മാരെ ദേവിയെ സ്തുതിക്കുകയാണ്. ദേവന്മാരുടെ സ്തുതി കേട്ട് സന്തോഷിച്ചു. ദേവിക്ക് നല്ല സന്തോഷം ഉണ്ടായി. ആർക്കാലും അങ്ങനെ തന്നെയല്ല, സ്തുതി കേട്ടാൽ സന്തോഷാവും. അങ്ങനെ ദേവി പുഞ്ചിരിച്ചുകൊണ്ട് സൗമ്യമായി പറഞ്ഞു, ദേവന്മാരെ, നിങ്ങൾക്കിനി എന്താണ് വേണ്ടത്? ഏത് ദുസ്സാധ്യമായ കാര്യമാണെങ്കിലും ചോദിച്ചുകൊള്ളൂ, ഞാൻ വരമായി തരുന്നുണ്ട്. നിങ്ങളും കാര്യസാധ്യത്തിനായി എന്നെ എപ്പോഴാണ് ആവശ്യമായി വരുന്നത് അപ്പോഴൊക്കെ എന്നെ സ്മരിക്കുക. എല്ലാ ദുഃഖങ്ങളും ഞാൻ തീർത്തു തരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ദേവന്മാരോട് ദേവി പറഞ്ഞു. ദേവന്മാർ പറയുന്നു, അപ്പൊ ഞങ്ങളുടെ ശത്രുവായ മഹിഷനെ വധിച്ച് ഞങ്ങളെ കാത്തുരക്ഷിച്ചില്ലേ? അവിടുത്തെ പാദപത്മങ്ങളിൽ എന്നും അചഞ്ചലമായ ഭക്തി ഉണ്ടാവാൻ അവിടുത്തെ കൃപയുണ്ടാവണം. ഞങ്ങൾക്ക് അതേ വേണ്ടും. എന്നും അമ്മയുടെ പാദപത്മം ഭജിക്കാനുള്ള ഭാഗ്യം തരണേ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞു ദേവന്മാര്. ഒരമ്മയെ പോലെ എല്ലാ തെറ്റുകളും ക്ഷമിക്കുന്നവളാണ് അവിടുന്ന് എന്നറിഞ്ഞിട്ടും ഈ ലോകം അമ്മയെ വിശ്വസിക്കാത്തതിന്റെ കാരണം എന്താണ് അമ്മേ? അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ദേഹരൂപമായ വൃക്ഷത്തിൽ ജീവാത്മാവും പരമാത്മാവും സ്നേഹത്തോടെ വർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ജീവന്റെ എല്ലാ അപരാധവും പൊറുക്കാൻ അമ്മയല്ലാതെ മറ്റാരുമില്ല. ജീവാത്മാവിന്റെ തെറ്റുകൾ പരമാത്മാവ് ക്ഷമിക്കാതിരിക്കില്ല എന്ന് താല്പര്യം. ജീവാത്മാവ് നമ്മളൊക്കെ തന്നെ. പരമാത്മാവ് അറിയില്ലേ? പരമാത്മാവായ അവിടുന്ന് അവിടുത്തെ കൂടാതെ ജീവനൊന്ന് അനങ്ങാൻ പോലും സാധ്യമല്ല. ദുർലഭമായ മനുഷ്യജന്മം കിട്ടിയിട്ടും അവിടുത്തെ സ്മരിക്കാത്തവർ ഭാഗ്യഹീനർ തന്നെയാണ് ജഗദീശ്വരി. പ്രതികരണങ്ങളെ കൊണ്ട് സത്യമായി തന്നെ പറയുകയാണ്, സുഖത്തിലും ദുഃഖത്തിലും അവിടുന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ശരണം. അമ്മേ, ദിവ്യായുധങ്ങൾ ധരിച്ച് ഞങ്ങളെ കാത്തുകൊള്ളുക. അവിടുത്തെ പാദധൂളി മാത്രമാണ് ഞങ്ങൾക്ക് അവലംബമായിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഇങ്ങനെ ദേവന്മാർ സ്തുതിച്ചു കൊണ്ടിരിക്കെ ദേവി അന്തർധാനം ചെയ്തത് കണ്ട് ദേവന്മാർ അത്ഭുതപ്പെട്ടു. ഇങ്ങനെ ദേവസ്തുതി എന്ന 19-ാം അധ്യായം നമ്മൾ ദേവി പാദത്തിലും ആ പൊന്നുണ്ണി കണ്ണന്റെ പാദത്തിലും സമർപ്പിച്ചു. എന്നിട്ട് കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോമി യദ്ദിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.